നമുക്ക് ഇതിനോട് സ്യൂട്ടബിളായ മുസ്തഖാത്തുകൾ ഓരോ സ്ഥലത്തും കൊടുക്കണം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിൽ ആദ്യം കം തിൽമീദൻ ഫി ഹാദിഹി, അവിടെ മദ്രസ എന്ന് പറയുന്നതാണ് യോജിക്കുക. അപ്പോൾ കം തിൽമീദൻ ഫി ഹാദിഹിൽ മദ്രസത്തി, എത്ര വിദ്യാർത്ഥികളാണ് ഈ മദ്രസയിൽ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ഇവിടെ ഇത് ചേർക്കാം. രണ്ടാമത്തേത് മുഫദ്ദിലു ഡാഷ് അത്തിബി, അപ്പോൾ എനിക്ക് മെഡിസിൻ മെഡിക്കൽ ഫീൽഡ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മുദർരിസ് എന്നുള്ളതാണ് സൂട്ടബിൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എജുപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അഫ്ളൽ ഉലമയുടെ ഒന്നാം സെമസ്റ്റർ വിഭാഗങ്ങൾക്കുള്ള ഫങ്ഷണൽ അറബിക് എന്ന പേപ്പറിന്റെ 9ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബൈനൽ ഖറിയത്തി വൽ മദീന എന്നതാണ് നമ്മുടെ പാഠത്തിന്റെ ക്യാപ്ഷൻ. അതിൽ ഖറിയത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം വില്ലേജ്, ഗ്രാമം എന്നൊക്കെയാണ് അർത്ഥം. മദീന എന്ന് പറഞ്ഞാൽ സിറ്റി എന്നുമാണ് അർത്ഥം. മദീന സിറ്റിയും വില്ലേജും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം കൂടിയാണ് വ്യക്തമാകുന്നത്. ഉമ്മയും ബാപ്പയും തമ്മിലുള്ള ഒരു ചർച്ചയാണ് ഇവിടെ. ഉമ്മ പറയുന്നു, യാ അബാ അംർ മാ റഅയ്ക നത്രുകുൽ ഖറിയ വനസ്കുനു ഫിൽ ആസിമ. അംറിന്റെ വാപ്പേ, അബൂ അംറെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ ഗ്രാമം ഉപേക്ഷിച്ചാലോ? വനസ്കുനു ഫിൽ ആസിമത്തി, എന്നിട്ട് നമുക്ക് തലസ്ഥാന നഗരിയിൽ, ക്യാപിറ്റൽ സിറ്റിയിൽ താമസിച്ചാലോ? വാപ്പ പറയുന്നു, ലനാ ബൈത്തുൻ ഫിൽ ഖറിയത്തി, നമുക്ക് ഗ്രാമത്തിലൊരു വീടുണ്ട്. വലൈസ ലനാ ബൈത്തുൻ ഫിൽ ആസിമത്തി, നമുക്ക് പട്ടണത്തിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ സിറ്റിയിൽ നമുക്ക് വീടില്ല. ലിമാദാ നത്രുകു ബൈത്തന, അപ്പൊ നമ്മുടെ ഗ്രാമത്തിലെ വീട് നമ്മൾ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? വനർഹലു ഇലാ ഹുനാക, എന്നിട്ട് നമ്മൾ എന്തിനാണ് മദീനയിൽ പോകുന്നത്? ഉമ്മ പറഞ്ഞു, ഔലാദുന യഈശൂന ഫിൽ ആസിമത്തി, നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് തലസ്ഥാന നഗരിയിലാണ്. ഹുസൈൻ യദ്റുസു ഫിൽ ജാമിഅ, ഹുസൈന് പഠിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലാണ്. മുഹ്സിനത്തു തദ്റുസു ഫി കുല്ലിയാത്തിൽ മുഅല്ലിമാത്ത്, അതുപോലെ നമ്മുടെ മകൾ മുഹ്സിന പഠിക്കുന്നത് അധ്യാപികമാർക്കുള്ള കോളേജിലാണ്. ടീച്ചേഴ്സ് TTCയുടെ മറ്റൊരു കോളേജ് ആയിരിക്കണം. ഹസ്സാൻ യഅമലു ഫി ശരിക്കത്തിൻ ഹുനാക, മകൻ ഹസ്സാൻ ജോലി ചെയ്യുന്നത് അവിടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു കമ്പനിയിലുമാണ്. ബാപ്പ പറയുന്നു, ഹൽ നത്രുക മസ്റഅതന യാ ഉമ്മ അംർ, അംറിന്റെ ഉമ്മേ, നമ്മൾ നമ്മുടെ കൃഷിയിടം ഉപേക്ഷിക്കുകയോ? സയമൂതു സ്സറഉ വശജറു, നമ്മുടെ കൃഷിയും നമ്മുടെ മരങ്ങളും ഒക്കെ വെള്ളം ലഭിക്കാതെ അത് ജീവനറ്റു പോകില്ലേ? ഉമ്മ പറയുന്നു, അന ഖായിഫത്തുൻ അലാ ഔലാദി, ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിലാണ് കൂടുതൽ ഭയപ്പെടുന്നത്. അൽ ഹവാദിസു കസീറത്തുൻ ഫിൽ ആസിമത്തി, ആക്സിഡന്റുകൾ പട്ടണങ്ങളിൽ വളരെയധികം കൂടുതലാണ്. വാപ്പ പറയുന്നു, അനല ഉഹിബുൽ ആസിമ, എനിക്ക് തലസ്ഥാന നഗരി ഇഷ്ടമല്ല. അന ഉഹിബു ബൈത്തി മസ്റഅത്തി, ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ വീടിനെയും എൻ്റെ കൃഷിയിടത്തെയുമാണ്. ഉമ്മ പറയുന്നു, അനല ഉഹിബുൽ ആസിമത്ത ഐലൻ, എനിക്കും സിറ്റിയിലെ ജീവിതം അത്ര ഇഷ്ടമൊന്നുമല്ല. ഹുനാക തലവൂസു, അവിടെ പൊല്യൂഷൻ ഉണ്ട്. തലവൂസ് എന്ന് പറഞ്ഞാൽ മലിനീകരണം, പൊല്യൂഷൻ. ലൗലാഉ, അതുപോലെ ബഹളങ്ങളുണ്ട്, നോയ്സ്നെസ്. അതുപോലെ വല്ലിസ്ദിഹാമു, തിരക്കും, എപ്പോഴും തിരക്കുള്ള ഏരിയകളാണ് സിറ്റികളിൽ ഉണ്ടാവുക. അപ്പൊ പറയുന്നു, അഫിൻ ഖറിയത്തി അൽ അഹ്ലു വൽ ജീറാനു, നമ്മുടെ ഗ്രാമത്തിലാണ് എന്ത് ചെയ്യുക, എപ്പോഴും നമ്മുടെ കുടുംബങ്ങളും അയൽവാസികളും ഒക്കെ ഉണ്ടാവുക. അല്ലുമ്മു അതഹക്കുൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വലക്കിന്നൊക്കെ മരീലുൻ, എങ്കിലും നിങ്ങൾ രോഗിയാണ്. വാന മരീലത്തുനൈലൻ, ഞാനും രോഗിയാണ്. നഹ്നു നഹ്താജു ഇലാ ഔലാദിന, നമുക്ക് നമ്മുടെ മക്കൾ ആവശ്യവുമാണല്ലോ. അപ്പൊ പറയുന്നു, വഹും മെഹ്താജുന ഇലൈന ഐലൻ, മക്കൾക്ക് നമ്മളോടും ആവശ്യമില്ലേ എന്ന് അപ്പൊ പറയുന്നു. അമ്മ പറയുന്നു, നബിയുൽ ബൈത്ത വൽ മസ്റഅ, നമുക്ക് നമ്മുടെ വീടും കൃഷിയുടെ ഒക്കെ എന്ത് ചെയ്യാം, ഉപേക്ഷിക്കാം. വലസ്തരി ബൈത്തൻ ഫിൽ ആസിമത്തി, എന്നിട്ട് നമുക്ക് പട്ടണത്തിൽ, തലസ്ഥാന നഗരിയിൽ നമുക്കൊരു വീട് വാങ്ങാം.
അല്ല ബാപ്പ പറയുന്നു സാത്തുലബ് മിനൽ ഔലാദി അൻ യസ്തറു ലനാ ബൈത്തൻ ഹുനാക്ക. ഞാൻ മക്കളോട് ആവശ്യപ്പെടാം. അതുലുബു എന്നുള്ള വാക്ക് മിന്നുകൊണ്ടാണ് എപ്പോഴും മഫൂലിലേക്ക് വിട്ടുകിടക്കുക. അപ്പോൾ നമുക്ക് മക്കളോട് ആവശ്യപ്പെടാം അൻ യസ്തറു ലനാ, നമുക്ക് വാങ്ങാൻ, ബൈത്തൻ ഹുനാക്ക, നഗരത്തിൽ ഒരു വീട് വാങ്ങാൻ. അല്ലുമ്മു ജസാഖല്ലാഹു ഖൈറൻ യാ അബാ അംർ, അബു അംർ, നിനക്ക് അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അതോടെ സംഭാഷണം അവസാനിച്ചു. അതിൽ വന്ന പ്രധാനപ്പെട്ട വൊക്കാബുലറികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇതിലെ തദ്രീബാത്തുകളിലേക്ക് വരുമ്പോൾ ദറസ എന്ന് പറയുന്ന മാദ്ദയിൽ നിന്ന് പിടിക്കപ്പെട്ട മുസ്തഖായ ഒരുപാട് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുദർരിസത്ത്, മുദർരിസ്, ദിറാസ, യദുറുസു, യുദർരിസു, മദറസ. ഇതെല്ലാം ദറസ, പിന്നെ ദാല് റാ സീൻ, ദർസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്ന ആ ഒരു മുസ്തഖിൽ, അതിന് പിടിച്ചെടുക്കപ്പെട്ട മുസ്തഖുകളാണ് ഇവ എല്ലാം. നമുക്ക് ഇതിനോട് സ്യൂട്ടബിളായ മുസ്തഖാത്തുകൾ ഓരോ സ്ഥലത്തും കൊടുക്കണം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിൽ ആദ്യം കം തിൽമീദൻ ഫി ഹാദിഹി, അവിടെ മദ്രസ എന്ന് പറയുന്നതാണ് യോജിക്കുക. അപ്പോൾ കം തിൽമീദൻ ഫി ഹാദിഹിൽ മദ്രസത്തി, എത്ര വിദ്യാർത്ഥികളാണ് ഈ മദ്രസയിൽ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ഇവിടെ ഇത് ചേർക്കാം. രണ്ടാമത്തേത് ഉഫദ്ദിലു ഡാഷ് അത്തിബി, അപ്പോൾ എനിക്ക് മെഡിസിൻ, മെഡിക്കൽ ഫീൽഡ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മുദർരിസ് എന്നുള്ളതാണ് സൂട്ടബിൾ, മുദർരിസത്ത് എന്നുള്ളതാണ് സൂട്ടബിൾ ആവുക. എന്നൊക്കെ എന്ത് പറയാം, ഫദ്ലു മുദർരിസത്തി അത്തിബിന്നോ അല്ലെങ്കിൽ മുദർരിസു തുബിന്നോ രണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, മുദർരിസു തുബി എന്നായിക്കോട്ടെ. ഫദ്ലു മുദർരിസു തുബി, ഞാൻ എന്ത് ചെയ്യുന്നു, മെഡിസിൻ പഠിപ്പിക്കുന്ന ടീച്ചറെ ഞാൻ പ്രിഫർ ചെയ്യുന്നു. മൂന്നാമത്തേത് ഐന ഡാഷ് അഹുക്ക, നിന്റെ സഹോദരന്റെ പഠനം എവിടെയാണ് എന്ന് നമുക്ക് അവിടെ ചേർക്കാം. അപ്പം എന്ത് ചെയ്യുക, ഐന ദിറാസത്തു അഹുക്ക, നിന്റെ സഹോദരന്റെ പഠനം എവിടെയാകുന്നു. നാലാമത്തേത് ഉഖ്തി ഡാഷ് ഫി കുല്ലിയാത്തി അൽ മുഅല്ലിമാത്ത്, അവിടെ നമുക്ക് ഈ പറയുന്ന മുദരിസത്ത് എന്നുള്ളത് സൂട്ടബിൾ ആവും. എൻ്റെ സഹോദരി അധ്യാപികമാർക്കുള്ള കോളേജിലെ ടീച്ചറാകുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ മുദരിസത്ത് ചേർക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഉഖ്തി മുദരിസത്തുൻ ഫി കുല്ലിയത്തി അൽ മുഅല്ലിമാത്ത്. അഞ്ചാമത്തേത് മാദാ ഡാഷ് ഹാദൽ മുഅല്ലിമു, ഇവിടെ എന്താക്കാം, ഈ മുഅല്ലിമ് എന്താണ് പഠിപ്പിക്കുന്നത് എന്നാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ യദ്റുസു എന്നും യുദരിസു എന്നും ഉണ്ട്. യദ്റുസു എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ് അർത്ഥം, യുദരിസു എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ സൂട്ടബിൾ ആയത് യുദരിസു എന്നുള്ളതാണ്. അപ്പോൾ മാദാ യുദരിസു ഹാദൽ മുഅല്ലിമു, ഈ അധ്യാപികൻ എന്താണ് പഠിപ്പിക്കുന്നത്. ആറാമത്തേത് വാലിദി ഫിൽ ജാമിയത്തി, എൻ്റെ പിതാവ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് സൂട്ടബിൾ ആവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാലിദി യദ്റുസു ഫിൽ ജാമിയത്തി. ഇങ്ങനെ നമുക്ക് വളരെ സൂട്ടബിളായ വേർഡുകൾ കൊടുത്ത് ഈ പറയുന്ന ബ്ലാങ്കുകൾ ഫിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് തദ്രീബ് സാനി, ഇംലഇൽ ഫറാഗ ബിൽ ഹർഫിൽ മുനാസിബി ഇലാ ഫി. രണ്ട് അക്ഷരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ടും ജെറിൻ്റെ അക്ഷരങ്ങളാണ്. ഇതിൽ സ്യൂട്ടബിൾ ആയത് ഹർഫ് കൊണ്ട് ഓരോ ബ്ലാങ്കും എന്താണ് നമ്മൾ ഫിൽ ചെയ്യണം. അസ്കുനു ഡാഷ് ഷക്ക, ഞാൻ ഇന്നാൽ ഇന്ന അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു എന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫി എന്ന് കൊടുക്കുന്നതായിരിക്കും ഉചിതം, ഫി എന്ന് കൊടുക്കാം. രണ്ടാമത്തേത് റഹലത്തിൽ ഉസ്റത്തു ഡാഷ് അൽ മദീന, എൻ്റെ കുടുംബം പട്ടണത്തിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഇവിടെ ഇല എന്നുള്ളതാണ് ഇവിടെ സൂട്ടബിൾ ആയത്. ഓക്കെ. മൂന്നാമത്തേത് ഐ ജാമിയത്തിൻ തദറുസു, അപ്പോൾ ഇവിടെ ഫി ഐ ജാമിയത്തിൻ തദറുസു, നീ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അവിടെ സൂട്ടബിൾ ആകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫി എന്നുള്ളതാണ്. അഹ്താജു ഡാഷ് മായിൻ ബാരിൻ, എനിക്ക് നല്ല തണുത്ത വെള്ളം ആവശ്യമുണ്ട്. അവിടെ സൂട്ടബിൾ ആവുക ഇല എന്നുള്ളതാണ്. കാരണം എപ്പോഴും എഹ്താജ എന്ന് പറയുന്ന ഫീല് ഇല കൊണ്ടാണ് മഫൂലിലേക്ക് വിട്ടുകിടക്കാറുള്ളത്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് അഞ്ചാമത്തേത് യഈഷു അഖി ഡാഷ് ഖറിയ, എൻ്റെ സഹോദരൻ അവൻ ജീവിക്കുന്നത് ഗ്രാമത്തിലാണ്. അപ്പോൾ ഗ്രാമത്തിൽ അർത്ഥം കിട്ടാൻ ഫി എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഫി എന്നതിൻ്റെ അർത്ഥം എപ്പോഴും നമ്മൾ ഇംഗ്ലീഷിലെ ഇൻ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്താണ്.
ഇൽ എന്നൊക്കെ അർത്ഥം വരിക. ഇല എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ടു എന്നതിന്റെ സ്ഥാനത്തുമാണ്. ഓക്കെ. ആറാമത്തേത് അയിന തുസാഫിറു. അപ്പൊ എങ്ങോട്ടാണ് നീ യാത്ര ചെയ്യുന്നത് എന്നാണ് ഇവിടെ സ്യൂട്ടബിൾ ആവുക. അപ്പൊ എന്ത് ചെയ്യുക? ഇല അയിന തുസാഫിറു. ഇങ്ങനെ നമുക്ക് ഈ പറയുന്നവർക്കും ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇനി അടുത്തൊരു വർക്കിലേക്ക് വരുമ്പോൾ നഹ്വിന്റെ ചില നോട്ടുകളാണ്. മഫ്ഊലു ബിഹി എന്താണ് എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് മഫ്ഊലു ബിഹി? ഇസ്മുൻ മൻസൂബുൻ യദുല്ലു അലാ മൻ വഖഅ അലൈഹി ഫീലുൽ ഫായിലി. ഒരു ഫായിലിന്റെ അഥവാ ഒരു കർത്താവിന്റെ പ്രവൃത്തി ആരുടെ മേലിലാണോ നടക്കുന്നത് അതിനെ അറിയിക്കുന്ന ഇസ്മാണ് ഇത് മഫൂല്. അതിനെപ്പോഴും അതിന്റെ ഇറാബ് നസ്ബായിരിക്കും. താഴെ കൊടുക്കുന്ന ഉദാഹരണം ശ്രദ്ധിക്കുക. തറക്കൽ അബു അൽ ഖറിയത്ത. തറക്ക എന്ന് പറയുന്ന അവിടുത്തെ പ്രവൃത്തി, അബു എന്ന് പറയുന്ന ഫായില് ചെയ്തയാള്, അൽ ഖറിയ എന്ന് പറയുന്ന ഇതാണ് നമ്മളെ മഫൂല്. കാരണം തറക്ക എന്ന് പറയുന്ന ഈ പ്രവൃത്തി വാപ്പ ചെയ്തത് ആരോടാണ്? ഖറിയത്തിനോടാണ്. അപ്പൊ ഖറിയത്താണ് ഇവിടുത്തെ മഫൂല്. അതിന്റെ അവസാന ഭാഗത്ത് നസ്ബുണ്ട് എന്നതും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഓക്കെ. അടുത്ത ഉദാഹരണം നോക്കൂ. തറക്കത്തിൽ ഉമ്മു അൽ ബൈത്ത. ഉമ്മ വീട് ഉപേക്ഷിച്ചു. ഇവിടെയും തറക്കത്ത് എന്ന ഫീല്, ഈ ഉമ്മ എന്ന് പറയുന്നത് ഫായില്. അപ്പോൾ ഈ പ്രവൃത്തി നടന്നത് ബൈത്ത് എന്നതിനോടാണ്. ബൈത്ത് എന്ന് പറയുന്നത് മഫൂലാണ്, അതിന് നസ്ബുണ്ട്. മനസ്സിലായല്ലോ. യുഹിബ്ബുർ റജുലു അൽ ഖറിയത്ത. യുവാവ് ഗ്രാമത്തെ ഇഷ്ടപ്പെടുന്നു. അവിടെയും തദൈവ. യുഹിബു എന്ന് പറയുന്ന ക്രിയ അത് നടക്കുന്നത് ഖറിയത്തിനോടാണ്. ഖറിയത്ത് മഫൂലാണ്. അതിന്റെ അവസാനത്തിൽ ഖറിയത്ത എന്നാണ് നമ്മൾ വായിക്കുന്നത്, അഥവാ നസ്ബുണ്ട്. തുഹിബ്ബുൽ മർഅതു അൽ മദീന. സ്ത്രീ പട്ടണത്തെ ഇഷ്ടപ്പെടുന്നു. അവിടെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ക്രിയ ഇവിടെ നടക്കുന്നത് മദീന എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്മിനോടാണ്. ആ ഇസ്മ് മഫൂലാണ്, അതിന്റെ ഇറാബ് നസ്ബാണ്. അടുത്തതിലും അങ്ങനെ തന്നെ. യബീഉ മുഹമ്മദൻ സയ്യാറത്ത. മുഹമ്മദ് കാറ് വിൽക്കുന്നു. അപ്പൊ വിൽക്കുക എന്ന് പറയുന്ന പ്രവൃത്തി നടക്കുന്നത് ഏതിനോടാണ്? കാറിനോടാണ്. കാർ ഇവിടെ എന്താണ്? മഫൂലാണ്, അതിന്റെ ഇറാബ് നസ്ബാണ്. യദ്റുസു ഹുസൈനുൻ അത്തിബ്ബ. ഹുസൈന് മെഡിസിൻ പഠിക്കുന്നു. യദ്റുസു എന്ന് പറയുന്ന ക്രിയ നടക്കുന്നത് തിബ് എന്ന് പറയുന്ന ഇസ്മിനോടാണ്. ഇത് മഫൂലാണ്, അതിന്റെ ഇറാബ് നസ്ബാണ്. ഓക്കെ. ഈസി ആണെന്ന് കരുതുന്നു. അടുത്തത് എന്താണ്? തദ്രീബു സാലിസ്. അക്മിൽ അൽ ജുമല താലിയ ബിമഫ്ഊലിൻ ബിഹി വൾബിത്ഹു ബിശക്ലി കമാ ഫിൽ മിസാലി. രണ്ട് കാര്യമാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഇതിൽ എന്ത് ചെയ്യണം? ഒരു യോജിക്കുന്ന മഫൂല് ബിഹി കൊടുത്ത് പൂരിപ്പിക്കണം. അതിന്റെ പുറമെ അതിന് ഹർക്കത്തുകൾ ഇട്ടുകൊണ്ട് ഫത്ത് കസ്ർ ലം ഇങ്ങനെ ഹർക്കത്ത് ഇട്ടുകൊണ്ട് ലബത്ത് ഇടുകയും വേണം. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ നസ്ബ് കിട്ടിയിട്ടുണ്ടോ റഫ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഫായിലിന് റഫാണ് നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മഫൂലിന് നസ്ബാണ് എന്ന് ഇപ്പോഴും നമ്മൾ പഠിച്ചു. അപ്പൊ അതനുസരിച്ച് ഇവിടെ ഫായിലിന് റഫും മഫൂൽ നസ്ബും കൊടുത്തിട്ട് ഈ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ നോക്കൂ. ഒന്നാമത്തെ ഉദാഹരണം കണ്ടല്ലോ, അക്കല തിഫ്ലു തുഫാഹത്ത. അപ്പൊ ഇവിടെ തിഫ്ലു എന്നുള്ളടത്ത് റഫ് ഉണ്ടാവും, കാരണം തിഫ്ല് ഫായിലാണ്. തുഫാഹത്ത എന്നുള്ളത് നസ്ബ് ഉണ്ടാവും, കാരണം എന്താണ്? തുഫാഹത്ത് മഫൂലാണ്. ഇതേ പ്രകാരം രണ്ടും. മാറസ ഖാലിദുൻ. ഇവിടെ ഇതിനോട് സ്യൂട്ടബിൾ ആയ ഒരു വേർഡ് റിയാലത്ത എന്നുള്ളതാണ്. റിയാലത്ത എന്നുള്ള നേരത്തെ പറഞ്ഞ എക്സസൈസ്. അപ്പൊ ഖാലിദ് എക്സസൈസ് ചെയ്തു. ഖാലിദ് ഇവിടെ റഫ് കിട്ടിയത് കാണാം. ഇനി എന്ത് കൊടുക്കണം? ഇവിടെ റിയാലത്തൻ എന്നാണ് കൊടുക്കുക. റിയാലത്തൻ, കാരണം ഇതെന്താണ്? മഫൂലാണ്. ശരിബത്തിൽ ബിന്തു. അവിടെ നമുക്ക് എന്തേക്കാം? ശരിബത്തിൽ ബിന്തു അൽ ഹലീബ. പെൺകുട്ടി പാൽ കുടിച്ചു. അപ്പോൾ ഹലീബ് എന്നുള്ളത് ഇവിടെ മഫൂലാണ്. അതുകൊണ്ട് ഹലീബ എന്നാണ് എന്ത് ചെയ്യുക? വരിക. ലബ്ത്ത് ഇടാൻ ശ്രദ്ധിക്കുക. അവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ്, ഞാൻ എഴുതാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് എഴുതാത്തത്. നാലാമത്തേത് തറക്കത്തിൽ ബിന്തു. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? അൽ ഹാത്തിഫ എന്ന് പറയുന്ന ഒരു മഫൂൽ ഇട്ട് കൊടുക്കുക. എന്തായി? പെൺകുട്ടി മൊബൈൽ ഉപേക്ഷിച്ചു. തറക്കത്തിൽ ബിന്തു അൽ ഹാത്തിഫ. ഇവിടെയും ഹാത്തിഫ എന്നുള്ളതിന്റെ ഫായിന് എന്തായിരിക്കും? നസ്ബായിരിക്കും ഉണ്ടാവുക, കാരണം അത് മഫൂലാണ്. ബാഅ അഹ്മദു. അഹ്മദ് വിറ്റു. എന്ത് വിറ്റു? സയ്യാറത്തഹു. അവന്റെ കാറിനെ വിറ്റു. സയ്യാറത്ത എന്ന് പറഞ്ഞാൽ തായിന് എന്തായിരിക്കും? ഫതഹായിരിക്കും ഉണ്ടാവുക, കാരണം സയ്യാറത്തിന്റെ
അതായത് അത് മഫൂലാണല്ലോ, മഫൂലാകുമ്പോൾ അതിന്റെ അവസാനത്തിൽ എന്ത് കൊടുക്കണം? നസ്ബ് കൊടുക്കണം. ഹു എന്ന് പറയുന്നത് അതിന്റെ ലൊമീറാണ്. അതുകൊണ്ട് തന്നെ ഈ സയ്യാറത്ത് എന്നുള്ള ആണ് അതിന്റെ അവസാനത്തെ അക്ഷരം. അതിലാണ് ഈ നസ്ബ് വെളിപ്പെടുക. ഷാഹദ സഈദുൻ എന്ന് പറഞ്ഞിടത്ത് ഷാഹദ സഈദുൻ ബറാമിജത്തിൽ ഫാസി ഉദാഹരണം കൊടുക്കുക. ബർനാമിജ് എന്നതിന്റെ മഫൂലാണ് ബറാമിജ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഷാഹദ സഈദുൻ ബറാമിജത്തിൽ ഫാസി, ഇവിടെ ബറാമിജ് എന്നുള്ളതാണ് മഫൂല്. കണ്ടു, എന്തിനെ കണ്ടു? പ്രോഗ്രാമുകളെ കണ്ടു. ബറാമിജാണ് മഫൂല്. ബറാമിജ എന്ന് പറയുന്ന ജീവൻ എന്തായിരിക്കും? അവിടെയും അവിടെ ഫത്ഹായിരിക്കും ഉണ്ടാവുക. ഫഹസത് ത്വബീബു അൽ മരീല എന്ന് കൊടുത്താൽ മതി. ഇവിടെ അൽ മരീല എന്ന് പറയുമ്പോൾ ഇവിടെ ലായിന് എന്തായിരിക്കും? ഫത്ഹായിരിക്കും. ത്വബീബു എന്നുള്ളടത്ത് റഫൂണ്ട്, കാരണം ഫായിലാണ്. കതബ താലിബു അൽ മഖാല, വിദ്യാർത്ഥി എഴുതി. എന്തിനെ എഴുതി? അൽ മഖാലത്ത, ലേഖനത്തെ എഴുതി. ഇവിടെയും അൽ മഖാലത്ത എന്നായിരിക്കും. ആ തായിന് എന്തുണ്ടാവും? ഫത്ഹ് ഉണ്ടാവും, കാരണം ഇത് മഫൂലാണ്. മഫൂലിന്റെ ഇറാബ് നസ്ബാണ്. അതുപ്രകാരം താലിബു എന്ന് പറയുന്നത് ഫായിലാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? റഫുണ്ട്. ഇങ്ങനെ ഓരോ സ്യൂട്ടബിൾ ആയ വാക്കുകൾ എഴുതി കൊടുക്കുകയും അതിൽ അതിന്റെ ലബ്ത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതോടുകൂടെ നമ്മളെ ഈ ക്ലാസ് അവസാനിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമെങ്കിൽ അവ ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.